ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇടുക്കി തട്ടത്തിത്താനം പൈൻ ഗാർഡനിലേക്കാണ്. ഇതാണ് നമ്മുടെ പൈൻ ഗാർഡനിലേക്കുള്ള പ്രധാന എൻട്രൻസ്. നമ്മൾ ഇടത് സൈഡിലായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 15 രൂപയും എന്നിങ്ങനെയാണ് പ്രവേശന നിരക്ക്. കുട്ടിക്കാനം കുമളി റോഡിലെ തട്ടത്തിക്കാനം എന്ന സ്ഥലത്താണ് പൈൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ പൈൻ ഗാർഡനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുത്തനെ ഉള്ളൊരു കയറ്റവും ചരിഞ്ഞു കിടക്കുന്ന രീതിയിലുള്ളൊരു സ്ട്രക്ചറുമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സൈഡിലായിട്ട് തന്നെ കൈവരിയും കയറും എല്ലാം അവർ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടി വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ. ഈ കാല് വയ്യാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ മുകളിലോട്ട് പോകാൻ. എങ്കിലും മുകളിലെത്തിക്കഴിയുമ്പോൾ നല്ലൊരു ഫീല് തരുന്നൊരു സ്ഥലം തന്നെയാണ് ഈ പൈൻ ഗാർഡൻ. പൈൻ മരത്തിൻ്റെ കായും ഇലയും എല്ലാം ഇവിടെ വരുന്ന സന്ദർശകർ കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്രിസ്മസിൻ്റെ പുൽക്കൂട് നിർമ്മിക്കാനും അലങ്കരിക്കാനും വേണ്ടിയാണ് അത് കളക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പൈൻ മരത്തിൻ്റെ കായ. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഇല. ഈ കുത്തനെയുള്ള കയറ്റം കയറി നമ്മൾ മുകളിൽ ചെല്ലുമ്പോൾ നല്ല നിരപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ മുകളിലുള്ളത്. കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കയറി വന്നാലും നമ്മളെ കാത്തിരിക്കുന്നത് നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഏകദേശം ഒരു 9 ഹെക്ടറിൽ പരന്ന് കിടക്കുന്ന ഒരു പൈൻ ഗാർഡനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പൈൻ മരങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അത് കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നട്ട് വളർത്തിയിരിക്കുന്നത്. അത് നിൽക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. ഒരുപാട് സന്ദർശകർ ഇവിടെ വരുന്നുണ്ട്. കുട്ടികൾക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് തന്നെയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ ഇലകൾ നിൽക്കുന്ന കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല വെയിലുണ്ട് കേട്ടോ. ഈ മരങ്ങളുടെ ഇലകൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ ഗാർഡനകത്തോട്ട് അധികം വെയിലോ ഒന്നും കടന്നു വരുന്നില്ല കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഏത് ടൈമിൽ വന്നാലും നമുക്ക് ഒരു തണുപ്പും നല്ലൊരു ഫീലും തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഒരു കാലത്ത് മലയാള സിനിമയിലെ മിക്ക സോങ്സിലും നമ്മൾ ഈ പൈൻമരങ്ങൾ കണ്ടിട്ടുള്ളവയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ പൈൻമരങ്ങൾ കാണുമ്പോൾ ആദ്യം മനസ്സിലോട്ട് ആ പാട്ടുകൾ തന്നെയാണ് കയറി വരുന്നത്. നൂറിലധികം വ്യത്യസ്ത ഇനം പൈൻമരങ്ങൾ നിലവിലുണ്ട്. പോർച്ചുഗൽ, സ്പെയിൻ, ഫ്രാൻസ്, മൊറോക്കോ എന്നിവയുൾപ്പെടെയുള്ള മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരുതരം പൈൻ മരമാണ് പൈനസ് പിനാസ്റ്റർ. ഈ മരങ്ങളെ സാധാരണയായി മാരിടൈം അല്ലെങ്കിൽ ക്ലസ്റ്റർ പൈൻസ് എന്ന് വിളിക്കുന്നുണ്ട്. സമുദ്ര പൈൻ മരങ്ങളുടെ പുറന്തൊലി കട്ടിയുള്ളതും തവിട്ട, ഓറഞ്ച്, ചുവപ്പ് നിറങ്ങളുള്ള വിവിധ ഷെയ്ഡുകളിൽ വളരുന്നതുമാണ്. ഇവിടെ പലതരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഫുട് പ്രിൻ്റ് ഓഫ് ആനിമൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എലിഫൻ്റ്, ടൈഗർ,
എന്നിങ്ങനെയുള്ള മൃഗങ്ങളുടെ ഫുട് പ്രിൻ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പൈൻ കാടിനെ ചുറ്റി ഒരു കാടും കൂടെ ഉണ്ട് കേട്ടോ. ഒരു സൈഡിലായിട്ട് നല്ലൊരു കാടാണ് നമുക്ക് കാണാനാവുക. അവിടോട്ട് ആരും പോകുന്നുണ്ടായിരുന്നില്ല. പലതരം പൈൻ ഇനങ്ങൾക്കും ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതായി തോന്നുമെങ്കിലും ഇന്ന് ഹെർബൽ സപ്ലിമെൻറ്റുകളായി വിൽക്കുന്ന പൈൻ പുറംതൊലി സത്തിൽ ഭൂരിഭാഗവും കടൽ പൈൻ മരങ്ങളിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇടുക്കിയിൽ വരുന്നവർ ഈ പൈൻ ഫോറസ്റ്റും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ കമൻറ്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.